പീഡന പരാതിയിൽ മുൻകൂർ ജാമ്യം തള്ളപ്പെട്ടതോടുകൂടി കോൺഗ്രസിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്ത് MLA സ്ഥാനം രാജിവെക്കണമെന്ന് എല്ലാ നേതാക്കന്മാരും ഒരേ ശബ്ദത്തോടുകൂടി ആവശ്യപ്പെടുകയാണ്. നമുക്ക് പാലക്കാട്ടേക്ക് പോകാം. പാലക്കാട് MLAയുടെ തട്ടകത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, നാഥനില്ല കളരി പോലെയായി കഴിഞ്ഞു അവിടുത്തെ MLA ഓഫീസ്. MLA ഓഫീസിന്റെ അവസ്ഥ എന്താണ്? ഒളിഞ്ഞും തെളിഞ്ഞും പ്രത്യക്ഷമായും രാഹുലിനെ ചേർത്ത് പിടിച്ച MP അടക്കം DCC അധ്യക്ഷനടക്കം അവർക്കൊക്കെ ഇനി കൂടുതലായി എന്താണ് പറയാനുള്ളത്? പ്രതികരണം എന്തെങ്കിലും പറ്റുന്നുണ്ടോ? പ്രജീഷ്, ഇപ്പോൾ ഇന്ന് ഈ MLA ഓഫീസ് ആകെ വിജനമാണ്. ആരും ഇവിടേക്ക് ഇല്ല. അങ്ങനെ ആരും ഓഫീസിനുള്ളിലേക്ക് കാണാനോ ഒന്നും തന്നെ വന്നിട്ടില്ല. MLAയുടെ സ്റ്റാഫ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ MLA ഓഫീസ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടെ സാധാരണയൊക്കെ നിറയെ ആളുകൾ ഉണ്ടാകാറുള്ള ഓഫീസാണ്. പക്ഷേ ഇപ്പോൾ രണ്ട് കാരണമുണ്ട്. ഒന്ന്, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിൽക്കുന്നതിനാൽ പല കാര്യങ്ങളും ശുപാർശകളൊന്നും നൽകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ കുറവാണ്. മാത്രവുമല്ല, ഇങ്ങനെ ഒരു ആരോപണം കൂടി വന്നപ്പോൾ സ്വാഭാവികമായും ആളുകൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവിടേക്ക് എത്തുന്നതും കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ MLAയുടെ സ്റ്റാഫ് സുജിത്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇപ്പോൾ MLA പിന്നെ എന്തെങ്കിലും കോൺടാക്ട് ചെയ്തിരുന്നോ? ഇല്ല, കോൺടാക്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ മുൻകൂർ ജാമ്യം തള്ളി, അത് അറിഞ്ഞിരുന്നോ? അല്ല, അത് വാർത്തകളിൽ കണ്ടുള്ള അറിവ് മാത്രമാണ് ഉള്ളത്. കൂടുതലായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല. അടുത്തൊരു നീക്കമൊക്കെ എന്തായിരിക്കും? അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ? ഇല്ല, എനിക്ക് അതിനെ കുറിച്ച് ധാരണയില്ല. ഇപ്പൊ ഈ ആളുകൾ കുറച്ച് കുറവാണോ വരുന്നത് ഈ കാര്യം വാർത്തകൾ? സ്വാഭാവികമായ രീതിയിൽ ഇപ്പോൾ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിൽക്കുന്നതുകൊണ്ട് കത്തുകൾ നൽകുന്നതിനും പ്രവൃത്തികളൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിനൊക്കെ പരിമിതികളുണ്ട്. അതുകൊണ്ട് സാധാരണ സന്ദർശകരുടെ കുറവുണ്ട്. ഹൈക്കോടതിയെ സമീപിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ധാരണയുണ്ടോ? ലീഗൽ വശങ്ങളെ കുറിച്ചിട്ട് എനിക്ക് അറിയില്ല. ഇല്ല, ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങൾ 27-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത്. അല്ല, അന്നും ഭക്ഷണം കഴിക്കാൻ വന്നതായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് കണ്ട് 10 മിനിറ്റ് സംസാരിച്ചിട്ട് നേരെ ഫ്ലാറ്റിലോട്ട് പോയി. പിന്നെ ഉച്ചയ്ക്ക് ശേഷം കണ്ണാടിയിലാണ് പ്രോഗ്രാം എന്ന് പറയുക കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് അതിനെക്കുറിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും നമുക്കറിയാവുന്ന മാത്രമേ ഇവർക്കും അറിയുകയുള്ളൂ. കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമല്ല. MLA എവിടെയുണ്ടെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഈ മുൻകൂർ ജാമ്യം തള്ളിയതിനു ശേഷം ഇവരുമായി ബന്ധപ്പെട്ടിട്ടില്ല. ഇതിനിടയിൽ ഓഫീസിന്റെ അവസ്ഥ അത് അനാഥമായ ഒരു അവസ്ഥയാണ്. ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ അവിടെ രാഹുലിനെയൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്ത MP അടക്കമുള്ള ആളുകളുടെ ശ്രീകണ്ഠന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? DCC പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് എന്താണ് ഇനി കൂടുതലായി പ്രതികരിക്കാൻ കഴിയുന്നത്? DCC പ്രസിഡന്റ് അടക്കം പറഞ്ഞൊരു കാര്യം, കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് ഇതിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം പറയുന്നത് മറ്റു പാർട്ടികളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ മാത്രമേ ഇത്തരത്തിൽ നടപടി എടുത്തിട്ടുള്ളൂ എന്നുള്ളതൊക്കെയാണ്. ഇനി രാജിവെക്കണമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അത് അദ്ദേഹത്തോട് പറയും. മുതിർന്ന നേതാക്കൾ അതിൽ തീരുമാനമെടുക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം അപ്പോഴും അവസാനം DCC പ്രസിഡന്റ് തങ്കപ്പൻ പറഞ്ഞു നിർത്തുന്നത്, ഞങ്ങൾ പുറത്താക്കി, ഞങ്ങൾക്ക് ചെയ്യേണ്ടത് ചെയ്തു, ഇനി രാജിവെക്കേണ്ട MLA ആണെന്നാണ്, രാഹുലാണെന്നാണ്. രാഹുലിൽ ഇനിയൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത കണക്കുള്ള ഒരു പ്രതികരണമാണ് DCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായും നമുക്കൊരു എന്താണ് ഇനി ഉണ്ടാവുക, രാജിവെക്കാൻ ആവശ്യപ്പെടുക തുടങ്ങിയ നിരവധി ചോദ്യങ്ങളുണ്ട്. ഏതായാലും ഇപ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ പല നേതാക്കളും രാഹുലിനെ പിന്തുണച്ചുകൊണ്ടൊക്കെ രംഗത്ത് വന്നിരുന്നു. നമുക്ക് പാലക്കാട് MP അടക്കം അങ്ങനെ വന്നിരുന്നു. പക്ഷേ ഇന്ന് പാലക്കാട് നഗരത്തിലാണ്. അദ്ദേഹം മറ്റൊരു പര്യടനത്തിലാണ്, നഗരത്തിന് പുറത്താണ് അദ്ദേഹം ഉള്ളത്. DCC പ്രസിഡന്റ് അടക്കം ഇപ്പോഴും ഈ പ്രശംസ, ഇപ്പോഴും ഇത് ഒരു ഉചിതമായ നടപടിയാണ്, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് കോൺഗ്രസ് എടുത്ത ഒരു നടപടിയാണ്. അതിനപ്പുറത്തേക്ക് രാഹുലിനെ ഏതെങ്കിലും രീതിയിൽ കൂടുതൽ തള്ളി പറയാനോ അത്തരത്തിലൊരു നടപടിയിലേക്ക് DCC പ്രസിഡന്റ് പോലും ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ എടുത്ത് കാണേണ്ട ഒരു വസ്തുത. ഇനി അടുത്ത ഏറ്റവും ആകാംക്ഷയോടെ നിൽക്കുന്ന പാലക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ചോദ്യം, ഇനി അവരുടെ MLA രാജിവെക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതിന്റെ സാഹചര്യം ഉണ്ടാവുമോ ഇല്ലയോ, അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് ചെയ്യും എന്നുള്ള കാര്യങ്ങളുണ്ട്. ഇനി സ്വാഭാവികമായും അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളതും ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ MLA ഇവിടെ ഇല്ലാത്തൊരു ദീർഘകാലം പാലക്കാട് ഇല്ലാത്തൊരു സ്ഥിതി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയുണ്ടെന്ന് ഗോകുൽ എന്തെങ്കിലും സൂചനയോ അറിവോ ഉണ്ടോ? നമുക്ക് അനന്തൻ റിപ്പോർട്ട് ചെയ്യുന്ന വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ബാംഗ്ലൂരിലുണ്ട് എന്നുള്ളതാണ് അനന്തൻ അവസാനമായി റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അതിനപ്പുറത്തേക്കുള്ള കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പാലക്കാട്ടെ നേതാക്കൾക്കോ അല്ലെങ്കിൽ പാലക്കാട്ടെ നേതൃത്വത്തിലുള്ളവർക്കോ ഇവർക്കോ ഈ സ്റ്റാഫിനോ ഒന്നും തന്നെ അറിയുന്നൊരു
സ്ഥിതിവിശേഷം ഇല്ല. ഇപ്പോൾ നിലവിൽ MLA ഒളിവിൽ തന്നെയാണ്. ഒരു MLA ഏകദേശം 8 ദിവസത്തോളമായി ഒളിവിൽ നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. എവിടെയാണ് രാഹുൽ എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഒരു ഉത്തരം ആയിട്ടില്ല. അതിനിടയിൽ രാഹുലിന്റെ ഫോണൊന്ന് ഓണായി പലതവണ നമ്മൾ വിളിക്കാൻ ശ്രമിച്ചു നോക്കി, അപ്പോഴൊന്നും തന്നെ ഫോൺ എടുക്കാത്ത ഒരു സ്ഥിതി തന്നെയാണ് ഉണ്ടായത്. ശരി, ഗൂഗിളാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പാലക്കാട്ട് MLA ഓഫീസ് അനാഥമായി കഴിഞ്ഞു. അങ്ങനെ നാഥനില്ലാ കളരി പോലെ ആ പാലക്കാടിന്റെ ഒരു ദുരവസ്ഥയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. കാരണം അവിടെ ഒരു MP ഉണ്ടായിരുന്നു. ആ MP ക്ഷമിക്കണം, അവിടെ ഒരു MLA ഉണ്ടായിരുന്നു. ആ MLA അവിടെ മറ്റൊരു MP ആയി പാർലമെന്റിലേക്ക് പോകുന്നു. പിന്നീട് വന്ന MLA യുടെ തലവര ഇങ്ങനെയുമായി. അപ്പോൾ പാലക്കാട് ജനങ്ങളുടെ ഒരു അവസ്ഥ കൂടി നമ്മൾ എടുത്തു പറയുകയാണ്.